നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എൻഗേജ്മെന്റ് ഷോപ്പിംഗ് വീഡിയോ ആണ് ഗൈസ്. എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെന്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഇനി പോയ വീഡിയോ ആണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞ് എൻഗേജ്മെന്റ് വീഡിയോ ഒക്കെ പുറകിന് വരുന്നതായിരിക്കും. ഇപ്പം നമ്മളിത് വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പം ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാനും അമ്മയും ചേട്ടനും കൂടെ ഷോപ്പിങ്ങിന് പോയ ഒരു വീഡിയോ ആണ്. നമ്മുടെ അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ദേ ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ആരാണ് ഈ 4 പേർ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ചേട്ടൻ, പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് അരുൺ ചേട്ടൻ്റെ വണ്ടിയിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. പിന്നെ അമ്മയും കൂടെയാണ് പോകുന്നത്. പെണ്ണ് കാണാൻ പോയതിൻ്റെ അന്ന് തന്നെയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. കാരണം എനിക്കും ചേട്ടനോട് പിന്നെ ഒന്നിച്ച് ലീവ് കിട്ടുന്ന ദിവസങ്ങളില്ല ഗൈസ്. അപ്പം പെണ്ണ് കാണേണ്ട പിറ്റേ ദിവസം ചേട്ടൻ തിരിച്ച് പോവായിരുന്നു. അപ്പം പിന്നെ എൻഗേജ്മെൻറ്റ് സമയത്തേ വരത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് തന്നെ പോയി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛനില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെ ഡ്രസ്സ് എടുത്തോളൂ. അച്ഛനെ പിന്നെ വൈറ്റ് ഷർട്ടാണ് ഗൈസ് നമ്മൾ എടുത്താൽ, വേറെ അച്ഛൻ ഇടത്തില്ല. അതുകൊണ്ട് അച്ഛൻ വൈറ്റ് ഷർട്ട് എടുക്കുന്നതുകൊണ്ട് അച്ഛൻ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മൾ എങ്ങോട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോയതെന്ന് വെച്ചാൽ വേറെ എങ്ങും അല്ല ഗൈസ്, നമ്മുടെ ഹരിപ്പാട് വെറ്റ്ലാൻഡിലോട്ടാണ് പോയത്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്, ഇത് തന്നെയാണ്. മീൻസ് വേറെ ഓപ്ഷൻ ഇല്ലാന്ന് വെച്ചാൽ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് വേറെ എവിടെയും. അപ്പോൾ വെറ്റ്ലാൻഡ് ഉള്ളപ്പോൾ നമ്മൾ വേറൊരു കടയിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വെറ്റ്ലാൻഡിലോട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ 4 പേരും കൂടെ അകത്തോട്ട് കയറുവാണ്. ആദ്യം പോയത് ജെൻസിൻ്റെ സെക്ഷനിലോട്ടാണ്. കാരണം നമ്മുടെ ചേട്ടൻ ആദ്യം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു കളറൊക്കെ ആലോചിച്ചു, അതായത് കളറ് ഒരു റെഡ് മെറൂൺ ആ ഒരു ഷെയ്ഡ് എടുക്കണമെന്ന് വിചാരിച്ചാണ് ഗൈസ് പോയത്. ഞാൻ അതേ മിററൊക്കെ കണ്ടുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കയറി ചെന്ന ഉടനെ തന്നെ ചേട്ടൻ ഒരു കുർത്ത ഇഷ്ടപ്പെട്ടു ഗൈസ്. കുർത്ത എന്നല്ലേ അതിന് പറയുന്നത്. അപ്പോൾ അവനത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. അപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ അതിന് പെയർ ചെയ്യാനുള്ള മുണ്ടും അതിൻ്റെ തന്നെ ആ ഒരു റെഡ് മെറൂൺ ഷെയ്ഡിലുള്ള വേറെ മോഡലൊക്കെ നോക്കി. ഇതാണ് ഗൈസ് അവൻ എടുത്ത് ഇഷ്ടപ്പെട്ട നമ്മുടെ കുർത്ത. ഇത് കുറച്ച് ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് അവൻ ഈ മോഡലൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഞാൻ അമ്മയോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഞാൻ അമ്മയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പോൾ അതേ ഗൈസ് അമ്മയെ കണ്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഓരോരോ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ് എൻ്റെ മോൻ്റെ നിശ്ചയത്തിന് തുണി എടുക്കാൻ വേണ്ടി വന്നേക്കുവാണെന്ന്. ഓൺ വോയിസ് ഇടാൻ പറ്റത്തില്ല ഗൈസ്, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടുണ്ട്. അതുകൊണ്ട് ഓൺ വോയിസ് ഇടാത്തത്. എനിക്കിത് ഈ തൊപ്പിയും ചെരുപ്പൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കോട്ടൊക്കെ നല്ല രസമുണ്ട്. ഈ കോട്ടൊക്കെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാടാ ഇതുപോലത്തെ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇതിനൊന്നും താല്പര്യമില്ല. എന്ത് ചെയ്യാനാ, പറയാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ അത് തന്നെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അമ്മ എത്തിയിട്ടുണ്ട് ഗൈസ്. അവളൊരു കല്യാണത്തിന് പോയേക്കുമായിരുന്നു. ഞാൻ പെണ്ണ് കാണാൻ വീഡിയോക്കകത്ത് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അവൾ പെണ്ണ് കാണലിന് വരാഞ്ഞത്. അപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞപ്പോൾ അവൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ചേട്ടൻ്റെ ഡ്രസ്സെല്ലാം ഫൈനലൈസ് ചെയ്തിട്ട് അത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. എന്നിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെഹങ്ക ഒരു ദാവണി സെക്ഷനിൽ വന്നിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഐറ്റം അവിടുന്ന് കിട്ടാത്തതുകൊണ്ട് നമ്മൾ താഴെ സാരിയുടെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് സാരി എടുത്തിട്ട് സ്കേർട്ടും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ഓഫ് വൈറ്റ് ഒരു കളറാണ് ഞാൻ ആലോചിച്ച് വെച്ചിരുന്നത്. അപ്പോൾ നമ്മളെ ബനാറസി സാരി ഓഫ് വൈറ്റ് ആ ചേച്ചി ഒരുപാട് എടുത്ത് കാണിച്ചു. ഫസ്റ്റ് ഒരു ഓഫ് വൈറ്റും ബ്ലൂവും കാണിച്ചു, പിന്നെ ഓഫ് വൈറ്റും റെഡും കാണിച്ചു ഗൈസ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ ആലോചിച്ചത്, ഞാൻ മനസ്സിൽ കണ്ട ഒരു സാധനം എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഇത് എടുക്കണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഗൈസ്. എൻ്റെ മനസ്സിനൊരു തൃപ്തി വന്നില്ല. പക്ഷെ നല്ല അടിപൊളി ബനാറസി സാരിയാണ് ഗൈസ് എല്ലാം എടുത്തിട്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സാരിയായിട്ട് ഉടുക്കാനാണെങ്കിൽ നല്ല രസമുള്ള സാരികളായിരുന്നു. ബനാറസി പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ ഗൈസ്, അത് എടുക്കുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചേച്ചിക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എടുക്കണോ വേണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ വന്ന് എടുക്കാം. എനിക്ക് അങ്ങോട്ടൊരു മനസ്സിന് തൃപ്തി വന്നില്ല. താഴെ പോയി മെറ്റീരിയൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്മയ്ക്ക് സാരി നോക്കാൻ വേണ്ടി പോയി. പക്ഷെ അമ്മയ്ക്ക് അവിടുന്ന് സാരി ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അമ്മ സാരി ഒന്നും എടുത്തില്ല. അമ്മയ്ക്ക് നൈറ്റിയും പിന്നെന്താ കുറച്ച് പാൻറ്റ് ഷോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ ഞാൻ മെറ്റീരിയൽ നോക്കാൻ വന്നു. ഞാൻ ഉദ്ദേശിച്ച ഓഫ് വൈറ്റ് കളർ മെറ്റീരിയലിന് 900 സംതിങ് ആണ് ഗൈസ് 1 മീറ്ററിന്. അപ്പോൾ 6 മീറ്ററോളം വേണ്ടി വരും. അത്രയും പൈസ വെറുതെ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച വന്നിട്ട് എടുക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ലാഘവത്തിൽ ഞാൻ ഒന്നും നോക്കാതെ ഇങ്ങനെ മിറർ വീഡിയോയും ഒക്കെ എടുത്ത് ഞാനും അമ്മുവും കൂടെ അവിടെ ഇരിക്കുന്ന ബാക്കി മെറ്റീരിയൽസൊക്കെ നോക്കി. അതിനിടയ്ക്ക് നമ്മുടെ അമ്മുവിനെ
പാൻസ് കാണുമ്പോഴത്തേക്ക് പ്രാന്താണ് ഗൈസ്. അവൾ ഓരോന്ന് എടുത്ത് നോക്കി അതിൻ്റെ ഇടയ്ക്ക് 2-3 പോയി ട്രൈ ഒക്കെ ചെയ്തു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അമ്മയാണെങ്കിൽ ഇവിടെ ഇന്ന് ലെഗിൻസും ഷോളും ഒക്കെ എടുക്കുന്നുണ്ട്, അമ്മയുടെ ഏതൊക്കെയോ ചുരിദാറിന്. പിന്നെ ഞങ്ങൾ ഓരോരോ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു സാധനം മുടക്കിയത്. എൻ്റെ അല്ല, അമ്മയാണ് ഗൈസ് ഇത് കണ്ടത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ കാണിച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അമ്മൂനും ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞാൽ ഇത് തന്നെ എടുത്തോളെ. അപ്പോൾ ഈ മെറ്റീരിയലാണ്, ഈ ഒരു റെഡ് ഒരു മെറൂൺ ഷെയ്ഡ് മെറ്റീരിയലാണ് ഗൈസ് നമ്മൾ എടുത്തത്. സ്കേർട്ട് ടോപ്പുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് എൻ്റെ ഡ്രസ്സ് കാണാൻ, എല്ലാവരും പറഞ്ഞു. കാരണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഗൈസ്, എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇവിടെ ഒരുപാട് അധികം മെറ്റീരിയൽ ഉണ്ട് ഗൈസ്, എല്ലാ മോഡലിലുള്ള മെറ്റീരിയലും ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ അജ്രക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. നമ്മൾ കുറേ നോക്കി അന്ന്, പക്ഷേ കുറച്ച് പൈസ അധികമായതുകൊണ്ട് നമ്മൾ എടുത്തില്ല. അപ്പോൾ എനിക്കും ചേട്ടനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നമ്മളത് ബില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്കൊന്നും ഡ്രസ്സ് എടുത്തില്ല. നമ്മുടെ ഈ ചേച്ചിയാണ് ഗൈസ് നമ്മൾ ത്രൂ ഔട്ട് എല്ലാത്തിനും കൂടെ നിന്നത്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ കസ്റ്റമർ സർവീസ് പൊളിയാണ് ഗൈസ്. അങ്ങനെ ബില്ല് വാങ്ങിച്ച് നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. പൈസയൊക്കെ പേ ചെയ്തു. അമ്മയാണെ അവിടെ ക്ഷീണിച്ച് പോയിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഞാനും അമ്മയും അമ്മുവും കൂടെ തിരിച്ചിറങ്ങി ഓട്ടോയിൽ കയറി വീട്ടിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നമ്മുടെ എൻഗേജ്മെന്റ് ഷോപ്പിംഗിൽ. അപ്പോൾ എൻഗേജ്മെന്റിന്റെ വീഡിയോ എല്ലാം പുറകിന് വരുന്നതായിരിക്കും. ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻഗേജ്മെന്റിന് അന്ന് നല്ല തിരക്കായിരുന്നു ഗൈസ്, അപ്പോൾ മൊത്തത്തിലെല്ലാം എടുക്കാനൊന്നും പറ്റിയില്ല. അതുപോലെ കുഞ്ഞു ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് എൻഗേജ്മെന്റിന്റെ വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.